വന്നില്ലേ? ബാ ബാ സർല ചേച്ചി ബാ. എന്ത് നീ എന്ത് ചെയ്യണത്? ഇത് എൻ്റെ തലയിൽ ഭയങ്കര ഒരു ഡ്രൈ മുടി. അപ്പോൾ ഞാൻ കുറച്ച് തൈരും പിന്നെ മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് അതിലൊരല്പം ഒരു തുള്ളി ഓയിലും കൂടെ, ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, അതും കൂടെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ തലയിൽ ഒരുമാതിരി ചൊറിച്ചിൽ പിന്നെ ഈ മുടി ഡ്രൈ ആവുന്നതൊക്കെ മാറി നല്ലൊരു സ്മൂത്തും കിട്ടും. ഓ, ഇങ്ങനെ ചെയ്താ മുടി വളരുമല്ലേ? ചേച്ചി വന്നത്? ഓ, അത് പിന്നെ ഞാൻ വന്നത് എന്നെ മാത് പറഞ്ഞിട്ട് ഒരു കമ്പനിയിൽ ജോലിക്കെടുത്ത. എന്ത് എമ്മല്ലോയാ അങ്ങനെ ഒരു MLM. ഓ MLM അങ്ങനെ തന്നെ അവള് പറഞ്ഞു. അപ്പി അതെന്തരപ്പി ഇപ്പൊ MLM കാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ. അവള് പറഞ്ഞത് എന്തരെന്ന് വെച്ചാ, നമ്മള് ഒരു പ്രാവശ്യം ഒരു 10-25,000 രൂപയ്ക്ക് അവരെ സാധനങ്ങൾ വാങ്ങിക്കണം, എന്നിട്ട് അതിൽ ചേരണം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട, ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് ചേച്ചി നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, എന്നാൽ നല്ലതല്ലേന്ന് ചോദിച്ചാൽ നല്ലതല്ല എന്നും പറയേണ്ടി വരും. പിന്നെ എന്തൊക്കെയോ ജ്യൂസും പിന്നെ നമ്മൾ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് വിൽക്കുകയും ചെയ്യാമെന്ന്. പക്ഷെ ഫസ്റ്റിൽ നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കണം, പിന്നെ നമ്മളൊന്നും അറിയണ്ട, നമ്മൾ ഇതേപോലെ 2-3 വരെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് വരുമാനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ചേച്ചി ഇതെന്താന്ന് പറഞ്ഞാലേ, പണ്ട് നമുക്കൊരു മണി ചെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ പണം ഇരട്ടിപ്പിക്കൽ, അങ്ങനെ ഒരു ശൃംഖല പോലെ. അത് നിയമപരമായി വിരുദ്ധമാണെന്ന് കണ്ടപ്പോൾ കമ്പനീസ് ഇറക്കിയ അടുത്തൊരു പ്രോജക്റ്റാണ് MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ലക്ഷങ്ങൾ വാങ്ങിക്കണവരുണ്ട്. നിങ്ങളെ കൊണ്ട് ഫസ്റ്റില് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങാം, അപ്പം അത് നിയമവിരുദ്ധമല്ലാതാവും. കാരണം പണം പെരുപ്പിക്കലല്ല, നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്, മനസ്സിലായ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റിൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു 25,000 രൂപയ്ക്ക് വാങ്ങുന്നത് 2,500 3,000 രൂപ വിലയുള്ള പ്രോഡക്റ്റുകളായിരിക്കും 25,000 രൂപയ്ക്ക് വാങ്ങുന്നത്. ഇതിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് 100 രൂപയുടെ സാധനമാണ് നമ്മൾ 1000 രൂപയ്ക്ക് വാങ്ങുന്നത്. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പി, അണ്ണനും ജോലിയൊന്നും ഇല്ല. ഇങ്ങനെ ശൃംഖല പോകുമ്പം എവിടെയെങ്കിലും ഒന്ന് ഇടിച്ച് നിന്ന് കഴിഞ്ഞാലും കമ്പനിക്ക് അത് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ 20 വർഷം കമ്പനി വർക്ക് ചെയ്ത് കിട്ടുന്ന ലാഭം 1 വർഷം കൊണ്ട് അവരുണ്ടാക്കുന്നുണ്ട്. അണ്ണനും ജോലിയൊന്നുമില്ല, അപ്പൊ എനിക്ക് എന്തെങ്കിലും വരുമാനം ആയാലേ കുടുംബം കുറച്ചുകൂടി ഇതായിട്ട് പോവാൻ. പിന്നെ ഇതിൽ ടോപ്പിൽ നിൽക്കുന്ന ചിലർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകണമുണ്ട്. അപ്പൊ അവരാണ് ഇതിന്റെ പരസ്യം, അവരാണ് ഓരോ അടുത്ത് വന്ന് ക്ലാസ് എടുക്കുന്നതും ഒക്കെ, അവർക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഈ താഴേക്കട നിൽക്കുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അത് ശരി. അതുകൊണ്ട് ചേച്ചി ഇത് ആലോചിച്ചും കണ്ടിട്ടും ചെയ് തന്നെ. ശരി ചേച്ചി, ഇത് തേച്ചിട്ടെ എനിക്കൊന്ന് കുളിക്കാം. ശരി അപ്പി, ഇപ്പൊ കുളി, പല നീരിറങ്ങും. ശരി. സർല ചേച്ചി, നിങ്ങൾ ഇവിടെ വന്നിരിക്കണ? ഞാൻ നിങ്ങളെ വീട്ടിൽ അവിടെ കിടന്ന് സർല ചേച്ചി എന്ന് വിളിക്കണേ. എവിടൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രീജയോട് ചോദിക്കാൻ വേണ്ടി വന്നത്. പിന്നെ അവര് വല്ലതും പറഞ്ഞു തരും. നിങ്ങൾ അവരെക്കാളും വളർന്നു പോയുള്ള അസൂയ കൊണ്ട് വല്ലതും പറയണതാണ്. അവൾ എന്തൊക്കെയോ പറയണപ്പി, ഇത് എനിക്കൊന്നും അങ്ങോട്ട് തലയിലും കയറും. എന്ന് ഞാനിപ്പോ സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജറാണ്. എന്റെ താഴെയുള്ളവരെല്ലാരും എന്നെ മാഡം എന്നാണ് വിളിക്കുന്നത്, അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ സംശയിച്ച് നിൽക്കാതെ വരി ചേരല്ലേ. അപ്പം നിങ്ങൾക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ഫോറിൻ ട്രിപ്പ്, മാസത്തിൽ ലക്ഷങ്ങൾ വരുമാനം, ലക്ഷങ്ങൾ വില മതിപ്പുള്ള കാറ്, ഇതൊക്കെ വേണോ? ഇനിയുള്ള കാലം സുഖിച്ച് ജീവിക്കണോ? എങ്കിൽ എന്റെ അടുത്ത് വരി. വേണം. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, എനിക്ക് ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കാം. നിങ്ങളെയും കൂടെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിങ്ങളെ കൂടെ വിളിക്കണത്. അങ്ങോട്ട് വരി. എന്നെ മീറ്റിംഗ് തുടങ്ങാറായി, അവിടെ മാനേജർമാരൊക്കെ ഇരിക്കണം, മീറ്റിംഗ് തുടങ്ങാറായി. അവർ 2 ക്ലാസ് കിട്ടുമ്പോ നിങ്ങൾ എല്ലാ സംശയം മാറിക്കോ. ഒരു ക്ലാസ് എടുത്ത് തരുമല്ലേ? ശരി. പിന്നെ ഞാനും വരാം. പോ വരി, അങ്ങോട്ട് വരി. ഞാൻ വരും, പെട്ടെന്ന് വരും. പിന്നെ ഞാനും പോണം. എന്റെ പൊന്ന് MLM കമ്പനി ബ്രില്യൻറ്റ്.